തേവലക്കരയിലെ സ്കൂളിൽ വൈദ്യുതാഘാതമേറ്റ് മരിച്ച മിഥുന്റെ സംസ്കാരം നാളെ വൈകിട്ട് നടക്കും. വിദേശത്ത് നിന്ന് മിഥുന്റെ അമ്മ നാളെ രാവിലെ നാട്ടിലെത്തും. തേവലക്കര സ്കൂളിൽ പൊതുദർശനവും ഉണ്ടാകും. സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുധീഷ്, നാളെയാണ് മിഥുന്റെ അമ്മ എത്തുന്നത്. സംസ്കാരം നാളെ വൈകിട്ട് 4 മണിയോടുകൂടി വീട്ടുവളപ്പിൽ നടക്കുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. പൊതുദർശനത്തിനായുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? തേവലക്കരയിലെ സ്കൂളിൽ വൈദ്യുതാഘാതമേറ്റ് മരിച്ച മിഥുന്റെ സംസ്കാരം നാളെ വീട്ടുവളപ്പിൽ നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സുധീഷ്, അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, നാളെ രാവിലെ 8:30 മിഥുൻ്റെ അമ്മ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തും. തുർക്കിയിൽ നിന്നും കുവൈറ്റ് വഴി ആണ് നെടുമ്പാശ്ശേരിയിലേക്ക് എത്തുന്നത്. അവിടെ നിന്നും റോഡ് മാർഗമാണ് വീട്ടിലേക്ക് അമ്മ എത്തുന്നത്. ഇതിന് പോലീസ് എസ്കോർട്ട് അടക്കമുള്ള എത്രയും വേഗം വീട്ടിലെത്തുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇതേസമയം രാവിലെ 10 മണിയോടുകൂടി മിഥുൻ്റെ മൃതദേഹം ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ നിന്നും മിഥുൻ പഠിച്ച തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലേക്ക് കൊണ്ടുവരും. അവിടെ 12 മണി വരെ പൊതുദർശനം ഉണ്ടാവും. അവിടെ നിന്നും വിലാപയാത്രയായാണ് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. വൈകിട്ട് 5 മണിയോടെ വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനുവേണ്ട ക്രമീകരണങ്ങളൊക്കെ വീട്ടിലും അതോടൊപ്പം തന്നെ സ്കൂളിലും എല്ലാം തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. കാരണം വലിയ ജനപ്രവാഹം തന്നെയായിരിക്കും നാളെ മിഥുന് യാത്രാമൊഴി നൽകാനായി എത്തുക എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ നടത്തുന്നുണ്ട്. ഇവിടെ വീട്ടിലേക്ക് വരുന്നതിന് ചെറിയ വഴിയാണുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ തിക്കും തിരക്കും അനുഭവപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. ചെറിയ വീടാണ്. വീട്ടിൽ സത്യം പറഞ്ഞാൽ ഈ മിഥുൻ്റെ മൃതദേഹം അവിടെ കയറ്റി കിടത്താൻ പോലുമുള്ള സൗകര്യങ്ങളുടെ അപര്യാപ്തത നിലനിൽക്കുന്നുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. എന്നിരുന്നാൽ തന്നെയും ആ പരിമിതികൾ എല്ലാം വെച്ചുകൊണ്ട് തന്നെ സംസ്കാര ചടങ്ങുകൾ നടത്താനാണ് ആലോചിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നടന്നു വരികയാണ്. ഇതോടൊപ്പം തന്നെ ഇന്ന് മിഥുൻ്റെ വീട്ടിൽ നിരവധി രാഷ്ട്രീയ നേതാക്കളും മന്ത്രിമാരും എല്ലാം എത്തിയിരുന്നു. ആദ്യം രാവിലെ ചിഞ്ചുറാണി, അത് എൻ കെ പ്രേമചന്ദ്രൻ MP, തുടർന്ന് വി ശിവൻകുട്ടിയും KN ബാലഗോപാൽ അടക്കമുള്ള മന്ത്രിമാരും എത്തിയിരുന്നു. വൈകിട്ട് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും എത്തി. രാജീവ് ചന്ദ്രശേഖർ വളരെ വികാര നിർഭരമായി തന്നെയാണ് സംസാരിച്ചത്. കാരണം ഇത്തരത്തിൽ 13 വയസ്സുള്ള ഒരു കുട്ടി മരണത്തിന് ഇടയായത് അത് വലിയ സർക്കാരിൻ്റെയും സംവിധാനങ്ങളുടെയും വലിയ പോരായ്മയാണ് എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതിൽ യഥാർത്ഥ കുറ്റക്കാർ ശിക്ഷിക്കുന്നത് വരെയും സമരരംഗത്തുണ്ടാകുന്ന ഈ കുടുംബത്തിനൊപ്പം BJP എന്നും ഉണ്ടാകുമെന്നും പറഞ്ഞു. ആ രീതിയിൽ നിരവധി പേർ ഇന്നെത്തി. എല്ലാവരും ഇത്തരത്തിലൊരു മരണം നടന്നതിലെ ആ ഒരു വളരെ പരിതാപകരമായ ഒരു സാഹചര്യം, ആ വീഴ്ച സംഭവിച്ചത് ആർക്കൊക്കെ എന്ന ചോദ്യം തന്നെയാണ് ഉയർത്തുന്നത്. അതിൽ കൃത്യമായ ഒരു നടപടി ഉണ്ടാവണമെന്ന ആവശ്യമാണ് പൊതുവികാരമായി ഉയർന്നു വരുന്നതും ദേവിക.